കാഴ്ച പരിമിതിയുള്ള ഒരു ലോട്ടറി കച്ചവടക്കാരൻ, ഒരു വയോധികനാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ഈ ഒരു പരിമിതി മുതലാക്കി ചതിക്കണമെങ്കിൽ എത്രത്തോളം ക്രൂരനായിരിക്കും, അല്ലെങ്കിൽ കണ്ണിൽ ചോരയില്ലാത്ത മനുഷ്യനായിരിക്കും എന്നാണ് നമ്മൾ ആലോചിക്കുന്നത്. ഒന്നും രണ്ടുമല്ല, 90 ടിക്കറ്റുകളാണ് ഒരു പാവം മനുഷ്യൻ്റെ ഇന്ന് തട്ടിയെടുത്ത്. ഏകദേശം ഒരു 4500 രൂപയൊക്കെ വരുന്ന ടിക്കറ്റാണ് മണികണ്ഠൻ എന്ന വയോധികനിൽ നിന്ന് തട്ടിച്ചെടുത്തുകൊണ്ട് പോയത്. അയാളെ 10-25 ടിക്കറ്റ് ഉണ്ട്. അതിൽ നിന്ന് 2 എനിക്ക് തന്ന് എൻ്റെ 2 അയാൾക്കും കൊടുത്തു. മറുപടി 2 ടിക്കറ്റ് വേണം പറഞ്ഞിട്ട് റിട്ടേൺ വാങ്ങിച്ചതാണ്. രണ്ടാമത് വാങ്ങിച്ചിട്ട് 2 ടിക്കറ്റ് എടുത്ത് 100 റുപ്യ തന്നിട്ട് തിരിച്ച് തന്ന ടിക്കറ്റ് പഴയത്. അപ്പോൾ ഞാൻ ഇവിടുന്ന് വാങ്ങിച്ചിട്ട് നിങ്ങളുടെ തന്നു. 90 എത്ര ലോട്ടറികൾ ഇപ്പോൾ നഷ്ടമായ? നഷ്ടം 90 ടിക്കറ്റ്. 90 ടിക്കറ്റ് എത്ര രൂപ വില വരും? 4500 വരും. മൂപ്പരേ കൊടുത്തു. അയാൾ 2 ടിക്കറ്റ് എടുത്തിട്ട് റിട്ടേൺ തരുമ്പോഴാണ് ഞാൻ ടിക്കറ്റ് നോക്കിയത്. അയാളും ശ്രദ്ധിച്ചില്ല. അപ്പോഴാണ് കണ്ടത്. അപ്പോഴേ ആ ടിക്കറ്റ് പഠിച്ചു പോകാണ്. അപ്പോൾ മൂപ്പരെ ടിക്കറ്റ് മാറ്റിയിട്ട് അയാൾ പിന്നാലെ മുറുക്കിപ്പോയി. ആളെ കണ്ടില്ല. ആളെങ്ങനെയാണ് വന്നത്? ആള് സ്കൂട്ടറാണ്, കറുപ്പ് സ്കൂട്ടർ. ഗൂഗിളുണ്ട് നമുക്കിപ്പം പാലക്കാട് നിന്ന്. ഗൂഗിൾ, എന്തൊരു കഷ്ടമാണല്ലേ. നമ്മൾ ഈ നല്ല വിശേഷങ്ങൾ പങ്കുവയ്ക്കണം എന്നൊക്കെ എപ്പോഴും കരുതും. ഇതേപോലെ ചതിക്കപ്പെടുന്ന മനുഷ്യരെ കുറിച്ച് പറയാതിരിക്കുന്ന എങ്ങനെ? ആ ചതി നടത്തിയ ആള് ഇതിന് മുൻപുള്ള നമ്മൾ പങ്കുവച്ച വാർത്തകളൊക്കെ ഒന്ന് കണ്ടാൽ നന്നായിരുന്നു. ഒന്ന് തിരിച്ച് ആ പണമെങ്കിലും കൊടുത്താൽ അത്രയേറെ നല്ലത്. ഇതെങ്ങനെ, എന്തെങ്കിലും സൂചനയുണ്ടോ ഈ ഒരു തെമ്മാടിത്തരം കാണിച്ച ആളെ കുറിച്ച്? അത് തന്നെയാണ് ദിവിഷ്. അതായത് എന്തിനാണ് ആ പാവത്തിനോട് ഇത്ര വലിയൊരു ക്രൂരത കാണിക്കുന്നത്? ആ പൈസയെങ്കിലും തിരിച്ചു കൊടുത്തൂടെ? അത് ആരാണ്, പേരൊന്നും പറയണ്ട, താനൊരു കള്ളനാണെന്ന് ആരും അറിയണ്ട, അല്ലെങ്കിൽ മോഷ്ടിച്ചു എന്നൊന്നും ആരും അറിയണ്ട. അദ്ദേഹത്തിന് ആ കൊല്ലങ്കോട് സ്വദേശിയാണ്. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെന്ന് ആ പണമെങ്കിലും 4500 രൂപയെങ്കിലും ഒന്ന് കൊടുത്തൂടെ എന്നുള്ളതാണ് ചോദിക്കാനുള്ളത്. 90 ടിക്കറ്റുകളാണ് ഇങ്ങനെ പറ്റിച്ച് കൈവശമാക്കിയത്. അത് ഒരു കാര്യം ഒന്ന് ആലോചിച്ചാൽ മതി. മണികണ്ഠൻ കൊല്ലങ്കോട് സ്വദേശിയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു കണ്ണിന് കാഴ്ചശക്തിയില്ല. ഒരു കണ്ണുകൊണ്ടാണ് അദ്ദേഹം ബുദ്ധിമുട്ടിയാണ് കാണുന്നത്. അപ്പോൾ അത്ര കാഴ്ച പരിമിതി ഉണ്ടായിട്ടും ഇങ്ങനെ അലഞ്ഞ് നടന്ന് ഈ ലോട്ടറികൾ വിൽക്കണമെങ്കിൽ, കാഴ്ച പരിമിതിയുള്ള ഒരാളിങ്ങനെ വീടിന് പുറത്തിറങ്ങി ഇങ്ങനെ അലഞ്ഞ് തിരിഞ്ഞ് നടന്ന് ലോട്ടറി വിൽക്കണമെങ്കിൽ അയാളുടെ വീട്ടിൽ എത്രമാത്രം ബുദ്ധിമുട്ടുണ്ടാകുമെന്നൊന്ന് ആലോചിച്ചാൽ മതി. അത് ആലോചിച്ചിട്ടെങ്കിലും ആ പാവത്തിൻ്റെ നിന്ന് പറ്റിച്ച പണം തിരികെ കൊടുത്താൽ അതൊരു വലിയ സഹായമാവും. ഇത് പോലീസ് പിടിച്ച് അല്ലെങ്കിൽ ആ രീതിയിലൊക്കെ പോകുന്നതിനേക്കാളൊക്കെ വളരെ നല്ലത് അങ്ങനെ തന്നെ ആ പണമെങ്കിലും ഒന്ന് തിരിച്ചു കൊടുക്കാമെന്നാണ്. കാരണം ഈ മോഷ്ടാവ് മണികണ്ഠൻ്റെ അടുത്തേക്ക് വരുന്നത് താനൊരു ലോട്ടറി വ്യാപാരിയാണ്, എനിക്ക് 4 ലോട്ടറികൾ വേണമെന്നാണ് പറഞ്ഞത്. അങ്ങനെ 4 50-50 ലോട്ടറികൾ വാങ്ങി. അതിനുശേഷം 2 ലോട്ടറി 50-50 ലോട്ടറി തിരികെ നൽകി. എന്നിട്ട് 2 പണമായ 100 രൂപ നൽകി. അതിനുശേഷമാണ് ഈ 90 ലോട്ടറികളുടെ കെട്ട്, ഞാനൊന്ന് ഈ ലോട്ടറി നമ്പർ ഒന്ന് പരിശോധിക്കട്ടെ, ഇത് ഭാഗ്യമുള്ള നമ്പർ ഉണ്ടോ എന്ന് പരിശോധിക്കട്ടെ എന്ന് പറഞ്ഞ് അത് വാങ്ങി. അതിനുശേഷം ആ ഒരു കെട്ട് തിരികെ മണികണ്ഠൻ നൽകുന്നു. അപ്പോൾ മണികണ്ഠൻ അറിയുന്നില്ല ഈ തനിക്ക് ലഭിച്ച ലോട്ടറി പഴയ ലോട്ടറിയാണെന്ന്. കാരണം അദ്ദേഹത്തിന് അതിൻ്റെ നമ്പറൊന്നും നോക്കി മനസ്സിലാക്കാൻ കഴിയുന്ന രീതിയിലുള്ള കാഴ്ചശക്തിയില്ല. അദ്ദേഹത്തിൻ്റെ ഒരു കണ്ണിന് തകരാറാണ്, അത് കാണാൻ കഴിയില്ല. അപ്പോൾ അങ്ങനെ പിന്നീട് ഇയാൾ വിൽപ്പന നടത്തുന്നതിനിടയിലാണ് ഇങ്ങനെ പഴയ ലോട്ടറിയാണ് തന്നതെന്നും ഏകദേശം 90 ലോട്ടറി ഉണ്ടായിരുന്നെന്നും 4000 രൂപ താൻ വഞ്ചിക്കപ്പെട്ടു എന്ന് പറയുന്നത്. മണികണ്ഠൻ പറയുന്നത് ഇങ്ങനെ അലഞ്ചി തിരിഞ്ഞ് പല സ്ഥലങ്ങളിൽ കൊല്ലങ്കോട് മുതൽ ഊട്ടറ വരെയൊക്കെ നടന്ന് ലോട്ടറി വിറ്റ് ഒക്കെ പോവുകയാണെങ്കിൽ തനിക്കൊരു ദിവസം കിട്ടുന്നത് പരമാവധി ഒരു 400-500 രൂപയാണ്, അത്രയൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ ആ ഒരു സാഹചര്യത്തിലാണ് ഇങ്ങനെ 4000. ശരി ഗൂഗിൾ, എന്തായാലും ഈ ചതി കാണിച്ച ആ മനുഷ്യനെ നമ്മൾ മോഷ്ടാവെന്നോ അല്ലെങ്കിൽ തട്ടിപ്പുകാരാന്നൊന്നും വിളിക്കുന്നില്ല, മനുഷ്യ എന്ന് തന്നെ വിളിക്കുന്നു. ദയവായി ആ തെറ്റ് തിരുത്തുക. ആ പാവം മനുഷ്യൻ്റെ സങ്കടം മനസ്സിലാക്കി ആ തെറ്റ് തിരുത്താനുള്ള മനസ്സ് കാണിച്ചാൽ നിങ്ങൾക്ക് സ്വസ്ഥമായിട്ട് ഉറങ്ങാനെങ്കിലും കഴിയും.